കൂടുതൽ ഇത് ആഗ്രഹിച്ചിട്ടുള്ളത് അമ്മയാണ്. അപ്പൊ ഞാൻ എപ്പോഴെങ്കിലും തളർന്നു പോയാൽ അമ്മയുടെ പ്രയത്നമാണ് ആലോചിക്കുന്നത്. അമ്മ ജോലിക്ക് പോയിട്ടാണ് എനിക്ക് ഫിനാൻഷ്യലി ഒരു സപ്പോർട്ട് തരുന്നത്, ഇമോഷണലി ആയാലും സപ്പോർട്ട് തരുന്നത് അമ്മയാണ്. അപ്പോ ഞാൻ എപ്പോഴെങ്കിലും തളർന്നു പോയി കഴിഞ്ഞാൽ അമ്മയുടെ പ്രയത്നമാണ് ആലോചിക്കുന്നത്. അപ്പോഴെനിക്ക് തളർന്നിരിക്കാൻ പറ്റില്ല. കാരണം അമ്മ അത്രത്തോളം കഷ്ടപ്പെടുമ്പോഴത്തേക്കും ഞാൻ മടിച്ചിരിക്കുകയോ തളർന്നിരിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും ഒരു നീതിയല്ല. അതുകൊണ്ട് അമ്മ ഇല്ലെങ്കിൽ ഇതില്ല സാർ. അമ്മ രാവിലെ ജോലിക്ക് പോകും, രാജേഷ് പഠിക്കും. അവൻ രാജേഷിന്റെ കാര്യം കണ്ടോ, രാജേഷിനു വിശ്രമിക്കാൻ സമയമില്ല. കാര്യം എന്താ, അമ്മ പണിയെടുത്തിട്ടാണ് ഞാൻ പഠിക്കുന്നുള്ള ബോധ്യമുണ്ട്. ആ ബോധ്യത്തിലാണ് പഠിച്ചത്. നമ്മൾ എത്രയോ കുട്ടികൾക്ക് എത്രയോ സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അവരൊക്കെ എന്തുകൊണ്ട് ഉയർന്ന നിലയിലേക്ക് വരുന്നതിന് കാരണം ഇതാണ്. അപ്പം രാജേഷ് ചിന്താഗതി ഇതാ, അമ്മ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാണ് ആ പൈസക്ക് ഞാൻ പഠിക്കുന്നു, ഞാൻ ജീവിക്കുന്നു. അപ്പൊ എന്റെ ലക്ഷ്യം എന്താണ്, ജോലി വാങ്ങിക്കുക എന്നതാണ്. അതിനുവേണ്ടി ശ്രമിച്ചു. അതാണ് എനിക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ ആയിരിക്കും. ശരിയല്ലേ? അമ്മയിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് അമ്മയുടെ അടുത്താണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കും തിരുവനന്തപുരത്താണ്. എനിക്കിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ സ്റ്റാറ്റിസ്റ്റിക് ടെസ്റ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ രാജേഷാണ്. എനിക്ക് തോന്നുന്നു ഈ സ്റ്റാറ്റിസ്റ്റിക് ടെസ്റ്റ് പരീക്ഷയിൽ ഒരുപാട് കുട്ടികൾ നമ്മുടെ മാസ്റ്റർ കീയിൽ പഠിച്ചവരാണ്. അവരിൽ എനിക്ക് ഏറ്റവും പേഴ്സണൽ അടുപ്പമുള്ള ഒരാളാണ് രാജേഷ്. ഈ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ആൻസർ കീ ഒക്കെ വന്നതിന് ശേഷം അപ്പോൾ രാജേഷുമായി കോൺടാക്ട് ചെയ്തപ്പോൾ ഒരു മാർക്ക് ഏകദേശം എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് എൻ്റെ മനസ്സിൽ തോന്നി, കാരണം 1ാം റാങ്ക് കിട്ടും. അപ്പൊ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലിസ്റ്റ് വന്നപ്പോൾ 1ാം റാങ്ക് രാജേഷ് കിട്ടിയിരിക്കുകയാണ്. അപ്പം ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമുക്കിപ്പോ ഈ വീഡിയോയിൽ നമുക്ക് അറിയണം എങ്ങനെയാണ് ഇത് പഠിച്ചത്. കാര്യം ഇത് വെറുതെ അങ്ങ് പഠിച്ച കിട്ടുന്നതല്ല. ഒരു സബ്ജക്ട് മാത്രം പഠിച്ചാൽ കിട്ടുന്ന ജോലി അല്ലത്. ഇവിടെ സ്റ്റാറ്റ് പഠിക്കണം, മാത്സ് പഠിക്കണം, എക്കണോമിക്സ് പഠിക്കണം, കൊമേഴ്സ് പഠിക്കണം, GK പഠിക്കണം. ഈ 5 കാര്യങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമേ ഒരു വലിയ റാങ്ക് കിട്ടത്തുള്ളൂ. ഇവിടെ ഇതാ 1ാം റാങ്ക് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് നേരെ ഇതെങ്ങനെയാണ് പഠിച്ചത്, എങ്ങനെയാണ് 1ാം റാങ്കിലേക്ക് എത്തിയത്, ആ പഠന രീതി അറിയാം. ഇത് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാല്, ഇനിയും ഇതേ പരീക്ഷകൾ വരും, ഇതേ കണക്ക് ഡിഫറെന്റ് സബ്ജക്റ്റുകൾ പഠിക്കേണ്ട പരീക്ഷകൾ വരും. അവിടെ എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ വാക്കുകൾ. ഓക്കെ, അപ്പൊ രാജേഷ് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നല്ലൊരു അഭിനന്ദനം പറയുകയാണ്. കാരണം ഇത്രയും സബ്ജക്റ്റുകൾ പഠിച്ചിട്ടാണ് 1ാം റാങ്കിലേക്ക് എത്തിയത്. ആദ്യം ഞാൻ ചോദിക്കട്ടെ, എന്തായിരുന്നു, എവിടൊക്കെയാണ് കോളേജ് പഠിച്ചതൊക്കെ, എവിടൊക്കെയായിരുന്നു? സാർ, എന്റെ കോളേജ് ഞാൻ BSc ചെയ്തത് ഇവിടെ കോട്ടയം ഗവൺമെന്റ് കോളേജിലാണ്. അതിനുശേഷം കാര്യവട്ടം ക്യാമ്പസിൽ MSc കോഴ്സ് ചെയ്തു. ഓക്കെ. അതിനുശേഷം ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് ഈ പഠനത്തിലേക്ക് വന്നത് അല്ലേ? അപ്പൊ എങ്ങനെ പഠന രീതികളൊക്കെ എങ്ങനെയായിരുന്നു? സാറ്, 4 കോർ സബ്ജക്ട് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റുകൾക്കും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നതായിരുന്നു എന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ 20 മാർക്കിന്റെ GKയും കൂടെ നമുക്കുണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന എല്ലാ മേഖലകളിലും അത്യാവശ്യം രീതിയിൽ സ്കോർ ചെയ്താൽ മാത്രമേ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ എന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റുകളിലും അതിന്റെ ബേസ് ലെവലിൽ പഠിക്കുക എന്നതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹവും. ആ രീതിയിലാണ് ഞാൻ ശ്രമിച്ചിട്ടും ഉണ്ടായിരുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ യൂട്യൂബ് ഒക്കെ നോക്കി ഏതെങ്കിലും അക്കാഡമികൾ കോഴ്സ് കൊടുക്കുന്നുണ്ടോ എന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശരത് സാറിന്റെ, നമ്മുടെ മാസ്റ്റർ കീയിൽ എടുത്ത ശരത് സാറിന്റെ ഒരു ഡെമോ ക്ലാസ് യൂട്യൂബിൽ കാണാനിടയായത്. അത് കണ്ടപ്പോഴത്തേക്കും വളരെയേറെ ഇംപ്രസ്ഡ് ആയി. കാരണം ഞാൻ മാത്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ മാത്സ് ഇത്രയും നന്നായിട്ട് ഒരു അക്കാഡമിയിൽ ഒരു സാർ പഠിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് ഒരിക്കലും വിടാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഒരു സംശയവും കൂടാതെയാണ് നേരെ മാസ്റ്റർ കീയിൽ വന്ന് ജോയിൻ ചെയ്തത്. മാസ്റ്റർ കീയിൽ വന്ന് ജോയിൻ ചെയ്തത് എന്തുകൊണ്ടും എനിക്ക് ഇപ്പം ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കും ഒരുപാട് നന്ദിയും സന്തോഷവും ആണ്. ആ നന്ദി എനിക്ക് എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ആ ഒരു ഇതാണ് എന്നിപ്പോ ഇവിടെ വന്ന് എനിക്ക് ഇങ്ങനെ സംസാരിക്കാനായിട്ടൊരു അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സാറെ, മാസ്റ്റർ കീയെ പറ്റിയിട്ട് അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മാസ്റ്റർ കീയിലെ ലൈവ് സെഷൻസ് ആണ്. എക്സാമിന് ഏകദേശം ഒരു 1.5 മാസം മുന്നേ 1 മാസം നീണ്ടു നിൽക്കുന്ന മെഗാ ലൈവ് സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസ് സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടാവും. അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയി എന്ന് ശരിക്കും പരീക്ഷ എഴുതാൻ പോയിരിക്കുന്ന സമയത്താണ് മനസ്സിലാകുന്നത്. കാരണം ഈ മെഗാ ലൈവ് സീരീസിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആയിരുന്നു. ലൈവ് മുഴുവനും എന്തായാലും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അപ്പം ക്വസ്റ്റ്യൻ ഡിസ്കഷന് വേണ്ടിയിട്ട് ഓരോ സാറന്മാരും കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ശരിക്കും വളരെ ടഫായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ, ഇപ്പോഴത്തെ PSCയുടെ മാറിയ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവരുന്നത്.
അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നും അത് ലൈവായിട്ടിരുന്ന് നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് ഏത് രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണമെന്നൊക്കെ മനസ്സിലാവാനായിട്ട് ആ ലൈവ് സീരീസുകൾ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ലൈവ് സീരീസിന് എനിക്ക് പ്രത്യേക ഒരു നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ മാസ്റ്റർ കീയില് എനിക്ക് പേഴ്സണലി വളരെയേറെ നന്ദി തോന്നിയ ഒരു സാറുണ്ട്. സാറിന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാണുന്ന വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ശരത് സാറാണ്. ഞാൻ മാത്സ് പഠിച്ചു വന്നതുകൊണ്ട് തന്നെ ശരത് സാറിന്റെ മാത്സ് ക്ലാസ്സുകൾ ലൈക്ക് ഒരു ഭയങ്കര സമാധാനമായിരുന്നു. കാരണം എക്കണോമിക്സും കൊമേഴ്സും ഒക്കെ അതിന്റെയൊക്കെ ക്ലാസ്സിന്റെ ഇടയിൽ നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് ശരത് സാർ വളരെ ശാന്തമായിട്ട് നമ്മുടെ ഉള്ളറിഞ്ഞ് ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞ ശരത് സാറിന്റെ ഓരോ ക്ലാസ്സിലും വളരെയേറെ പീസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് ശരത് സാറിന് ഒരു പ്രത്യേക നന്ദിയുണ്ട്. ഒന്നാം റാങ്ക് എക്സാം കഴിഞ്ഞു. അപ്പം ഒരു നല്ലൊരു മാർക്ക് കിട്ടുന്ന ഏകദേശം ആയി കഴിഞ്ഞു. പിന്നീട് എന്തൊക്കെയായിരുന്നു ചിന്താഗതി? ഒന്നാം റാങ്ക് കിട്ടുമോ, അല്ലെങ്കിൽ എന്തായിരുന്നു പിന്നീടുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു? എനിക്ക് മാർക്ക് ബാക്കി എന്റെ പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ മാർക്ക് പറയുമ്പോഴത്തേക്കും എനിക്കൊരു എന്തായാലും ഒരു ടോപ്പ് 5 കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ആഗ്രഹം ടോപ്പ് 10 വരണം. പരീക്ഷ തുടങ്ങുന്ന സമയത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒരു ടോപ്പ് 10 വരണം എന്നതായിരുന്നു ആഗ്രഹം. കാരണം കഴിവതും ഈ ഒരു വർഷത്തിൽ തന്നെ ജോലിയിൽ കയറാൻ പറ്റിയാൽ അത്രയും നല്ലത് എന്ന് വിചാരിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഒരു ടോപ്പ് 10 വരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ടോപ്പ് 5 വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പം ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഇല്ല ഒന്നാം റാങ്ക് കിട്ടും. ഞാൻ പറയുമ്പോഴത്തേക്ക് ടീച്ചേഴ്സും പറയുന്നു ഒന്നാം റാങ്ക് കിട്ടിയേക്കും. പക്ഷേ ടോപ്പ് 5 വന്നാൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എന്തായാലും വളരെ സന്തോഷം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് MSc മാത്സ് പഠിച്ചാൽ സ്റ്റാറ്റ് വലിയ കുഴപ്പമില്ലായിരിക്കും, ഓക്കെ. പക്ഷേ എക്കണോമിക്സ് പഠിക്കണം, കൊമേഴ്സ് പഠിക്കണം, GK പഠിക്കണം. അപ്പൊ ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്ത് പഠിച്ചെടുക്കാൻ വേണ്ടി എല്ലാം കൂടെ? കാര്യം എന്തായാലും ഒരു സബ്ജക്ട് മാത്രം പഠിച്ചാൽ ഒരിക്കലും ഇത്രയും മാർക്കും കിട്ടുന്നത് ഒന്നാം റാങ്ക് കിട്ടത്തുമില്ല. എല്ലാ സബ്ജക്റ്റും പഠിച്ചിരിക്കണം. അതെല്ലാം കൂടെ എങ്ങനെ സെറ്റ് ചെയ്തു? ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് സിലബസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നതാണ്. അപ്പം ഇപ്പൊ എക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണുള്ളത്, അപ്പൊ അതിനെ ഞാൻ BA എക്കണോമിക്സിന്റെ സിലബസുമായിട്ട് ശരിക്കും ഓരോ സെമസ്റ്ററിലുള്ള സിലബസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അപ്പം BA എക്കണോമിക്സ് പഠിച്ച ഒരാള് എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും അതിൽ എത്രത്തോളം ഈ സിലബസ് കവർ ആയിട്ടുണ്ടെന്നും നോക്കിയിട്ട് BA എക്കണോമിക്സിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്തു വെച്ചിട്ടാണ് ഞാൻ ആദ്യം പഠിക്കാൻ തുടങ്ങിയത്. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്തു വെച്ചിട്ട് അതിൽ ഈ ടോപ്പിക്കുകളൊക്കെ എവിടെയാണ് വരുന്നത് നോക്കിയിട്ട് അതിന്റെ ആ ഒരു ബേസ് ലെവലിൽ പഠിക്കാനാണ് ശരിക്കും തുടക്കത്തിൽ തുടങ്ങിയത്. അതുപോലെ തന്നെ കൊമേഴ്സും ആ രീതിയിലാണ് പഠിച്ചു തുടങ്ങിയത്. പിന്നെയാണ് ഈ അക്കാഡമിയിലോട്ട് വരുന്നത്. അക്കാഡമിയിലോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായി. കാരണം ഞാൻ സ്വന്തമായിട്ട് BA എക്കണോമിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് പഠിക്കുമ്പോഴത്തേക്ക് എനിക്ക് വളരെ സമയമെടുക്കും. അപ്പൊ ഇതെല്ലാം കൂടെ കൺസോൾട്ടേറ്റ് ചെയ്ത് ഓരോ ടോപ്പിക്കുകളും കൺസോൾട്ടേറ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് എനിക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അക്കാഡമിയിൽ നമുക്ക് തരുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെയാണ് മാസ്റ്റർ കീയുടെ ഒരു റോൾ എന്ന് പറയുന്നത്. അത് ഒരുപാട് സന്തോഷമാണ്. കാര്യം ഈ പലരും ചിന്തിക്കുന്ന കാര്യമാണ്. കാര്യം സാറേ ഞാൻ മാത്സ് അല്ലേ അല്ലെങ്കിൽ സ്റ്റാറ്റ് അല്ലേ, എനിക്ക് എക്കണോമിക്സും കൊമേഴ്സും ഒക്കെ പറ്റുമോ? പറ്റും, നിങ്ങൾ ശ്രമിച്ചാൽ പറ്റും. ഇപ്പൊ രാജേഷ് ഒന്നാം റാങ്ക് നേടിയില്ലേ? ഇനി എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയൊരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ കരുതുന്നതാണ്, അമ്മയെ പറ്റി എന്താണ് പറയാനുള്ളത്? സാർ, അമ്മ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഇവിടെ നിൽക്കത്തില്ല. കാരണം അത്രത്തോളം അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ട്. ഒരു പക്ഷെ എന്നെക്കാൾ കൂടുതൽ ഇത് ആഗ്രഹിച്ചിട്ടുള്ളത് അമ്മയാണ്. അപ്പൊ ഞാൻ എപ്പോഴെങ്കിലും തളർന്നു പോയാൽ അമ്മയുടെ പ്രയത്നമാണ് ആലോചിക്കുന്നത്. അമ്മ ജോലിക്ക് പോയിട്ടാണ് എനിക്ക് ഫിനാൻഷ്യലി ഒരു സപ്പോർട്ട് തരുന്നത്, ഇമോഷണലി ആയാലും സപ്പോർട്ട് തരുന്നത് അമ്മയാണ്. അപ്പോ ഞാൻ എപ്പോഴെങ്കിലും തളർന്നു പോയി കഴിഞ്ഞാൽ അമ്മയുടെ പ്രയത്നമാണ് ആലോചിക്കുന്നത്. അപ്പോഴെനിക്ക് തളർന്നിരിക്കാൻ പറ്റില്ല. കാരണം അമ്മ അത്രത്തോളം കഷ്ടപ്പെടുമ്പോഴത്തേക്കും ഞാൻ മടിച്ചിരിക്കുകയോ തളർന്നിരിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും ഒരു നീതിയല്ല. അതുകൊണ്ട് അമ്മ ഇല്ലെങ്കിൽ ഇതില്ല സാർ. അമ്മയാണ് എല്ലാം ഇതില. ഞങ്ങള് ഇവിടെ വരുന്നിടം വരെ ഇതൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അമ്മ ജോലിക്ക് പോയി ആ പൈസ കൊണ്ടാണ് രാജേഷിന്റെ പഠന കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയത്. സത്യം പറഞ്ഞാല് ഇതിപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് തന്നെ. അമ്മയുടെ വാക്കുകളും അമ്മ നോർമലി ഞങ്ങളുടെ സംസാരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതാണ്. അമ്മ രാവിലെ ജോലിക്ക് പോകും, രാജേഷ് പഠിക്കും. അവിടെ രാജേഷിന്റെ കാര്യം കണ്ടോ, രാജേഷിനു വിശ്രമിക്കാൻ സമയമില്ല. കാര്യം എന്താ, അമ്മ പണിയെടുത്തിട്ടാണ് ഞാൻ പഠിക്കുന്നുള്ള ബോധ്യമുണ്ട്. ആ ബോധ്യത്തിലാണ് പഠിച്ചത്. നമ്മൾ എത്രയോ കുട്ടികൾക്ക് എത്രയോ സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അവരൊക്കെ എന്തുകൊണ്ട് ഉയർന്ന നിലയിലേക്ക് വരുന്നതിന് കാരണം ഇതാണ്. അപ്പം രാജേഷ് ചിന്താഗതി ഇതാ, അമ്മ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാണ് ആ പൈസക്ക് ഞാൻ പഠിക്കുന്നു, ഞാൻ ജീവിക്കുന്നു.
അപ്പൊ എന്റെ ലക്ഷ്യം എന്താണ്? ജോലി വാങ്ങിക്കുക എന്നതാണ്. അതിനുവേണ്ടി ശ്രമിച്ചു. അതാണ് എനിക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ ആയിരിക്കും. ശരിയല്ലേ? അമ്മയിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് അമ്മയുടെ അടുത്താണ്. അതുപോലെ അമ്മ കഴിഞ്ഞാൽ പിന്നെ എന്റെ കൂടെ നിന്ന് സഹായിച്ച സുഹൃത്തുക്കളുണ്ട്. എന്റെ ചേച്ചി, കസിൻ ചേച്ചി, അങ്ങനെയുള്ള എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ അടുത്ത് എല്ലായിടത്തുമാണ് നന്ദി. പക്ഷെ ആത്യന്തികമായിട്ട് എന്റെ നന്ദി അമ്മയ്ക്കാണ്. ഓക്കെ, അത് ഏറ്റവും വലിയ കാര്യമാണത്. കാര്യം ഈ വിജയിക്കുമ്പോഴാണല്ലോ നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള നമുക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കുന്നത്. ഒരു വലിയ വിജയം തന്നെയാണ് ഇത്. അമ്മയുടെയും മോന്റെയും വിജയമാണ്, ഒരാളുടെ മാത്രം പറയുന്നില്ല. അമ്മയുടെയും മോന്റെയും വലിയ വിജയം തന്നെയാണ്. ഈ ഇന്റർവ്യൂ കാണുന്നവര് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം അതിലേക്ക് പറയാം. നിങ്ങൾ ഇന്റർവ്യൂ കാണുകയാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിനെ പോലെ ഒരു വലിയ പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയ ഒരാളുടെ ഇന്റർവ്യൂ കാണുമ്പോൾ നിങ്ങളിലേക്ക് എത്ര ഒരു കാര്യമുണ്ട്. അടുത്ത 1.5 വർഷം കഴിയുമ്പം ഇതേ കണക്ക് തന്നെ വീണ്ടും നോട്ടിഫിക്കേഷൻ വരും. ഇതേ കണക്ക് 1ാം റാങ്ക് നിങ്ങൾക്കും വാങ്ങണം. അതിനെന്താണ് പറയാനുള്ളത്? ഒരാൾക്ക് ഇതേ രാജേഷിനെ കണക്ക് തന്നെ ഒരു 1ാം റാങ്ക് വാങ്ങണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? സർ, അതില് ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞതുപോലെ സിലബസ് തന്നെയാണ്. ഒരു പോയിന്റ് നമ്മൾ വിടാതിരിക്കുക. ചില ആൾക്കാര് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവർ ചിലപ്പം എക്കണോമിക്സ് അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, അവർക്ക് ഒരു പക്ഷേ മാത്സ് ടഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റാറ്റ് ടഫ് ആയിരിക്കാം. അപ്പൊ അവര് ചില ആൾക്കാർ എന്നെ പറയുന്നുണ്ട്, മാത്സ് ഞാൻ വിടുന്നു, ബാക്കി ഏരിയകൾ നോക്കാം, ബാക്കി ഏരിയകളെയും സ്കോർ ചെയ്യാം. പക്ഷെ അതിന് പകരം മാത്സിലായാലും ബേസ് ലെവലിലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഒരു കോച്ചിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബേസ് ലെവലിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ പഠിച്ചെടുക്കാൻ പാടാണെങ്കിൽ ബേസ് ലെവലിലുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ സിലബസിലെ എല്ലാ കാര്യങ്ങളും അതിന്റെ ബേസ് ലെവലെങ്കിലും കവർ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഇപ്പോ ഒരുപാട് ആഴത്തിൽ പോയില്ലെങ്കിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും 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 കാണാൻ ശ്രമിക്കുക. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ നടത്തുക. അതിലാണ് ഏറ്റവും പ്രധാനം. കാരണം എന്നെ ഹെൽപ്പ് ചെയ്തത് ഏറ്റവും പ്രധാനമായിട്ട് റിവിഷനാണ്. അപ്പോ റിവിഷനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഈവൻ ഞാൻ മോക്ക് ടെസ്റ്റിനെക്കാളും കൂടുതൽ പ്രാധാന്യം ഞാൻ റിവിഷനാണ്. മോക്ക് ടെസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ മോക്ക് ടെസ്റ്റ് ആണോ റിവിഷൻ ആണോ എന്ന് എന്റെ മുന്നിൽ എടുത്ത് 2 ഓപ്ഷൻ തന്നിട്ട് ഞാൻ റിവിഷനെ ചൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, എനിക്ക് തോന്നുന്നു മാസ്റ്റർക്ക് അക്കാഡമി 14 പരീക്ഷയ്ക്ക് 1ാം റാങ്ക് ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്റർവ്യൂ ചെയ്ത ഉദ്യോഗാർത്ഥി ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ കരുതുന്നത് രാജേഷിനൊപ്പം ഉള്ളതാണ്. കാരണം അദ്ദേഹം പഠിച്ച രീതികളൊക്കെ കൃത്യമായി പറഞ്ഞു തരികയാണ്. ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യമാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും നമ്മുടെ കൂട്ടായ്മയും അതിലെ ഡൗട്ടുകളും കാര്യങ്ങളും. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? സർ, മാസ്റ്റർ കീ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എന്റെ മനസ്സിൽ വരുന്നത് ഒരു നമ്മുടെ കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ ചേർത്ത് നിർത്തുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിലാണ്. കാരണം അത്രത്തോളം സ്റ്റുഡന്റ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരുന്നു മാസ്റ്റർ കീ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനം അതിൽ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെയാണ്. സംശയങ്ങൾ ക്ലിയർ ചെയ്യാനും നമ്മുടെ ആശങ്കകൾ അറിയിക്കാനുമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ്. ഞാൻ അതിൽ ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല വാട്സപ്പ് ഗ്രൂപ്പിൽ. പക്ഷെ ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ കുട്ടികൾ വന്ന് സംശയം ചോദിക്കുമ്പോഴത്തേക്കും എനിക്കറിയില്ല, അവർ ചോദിക്കുന്ന സംശയത്തിന്റെ ഉത്തരം എനിക്കറിയില്ല. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഇങ്ങനെയൊക്കെ സംശയം ചോദിക്കാവോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാമോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് ഈ മാസ്റ്റർ കീയിൽ പഠിച്ചിട്ടുള്ള ഒരുവിധ എല്ലാ സ്റ്റുഡൻസും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ സംശയം ചോദിക്കുന്നതിലൂടെ ഞാൻ അത് പഠിക്കുവാണ്. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, എനിക്കത് അറിയില്ല, അപ്പൊ ഞാനത് പഠിക്കുവാണ്. അതുകൊണ്ട് തന്നെ മാസ്റ്റർ കീ എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു കാര്യം സ്റ്റുഡൻസിനെ ചേർത്ത് നിർത്തുന്ന ഒരു അക്കാഡമി. അത് അങ്ങനെ തന്നെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു പരാതി അറിയിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആ കാര്യം മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം വരും ദീപക് സാർ വന്നിട്ട് പറയും, മക്കളെ ഞാൻ നോക്കിക്കോളാം, അതിനുള്ള പരിഹാരം എന്താന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ഉടനടി തന്നെ നമ്മളത് കണ്ടെത്തിയിരിക്കും. അതിനുള്ള എല്ലാ രീതിയിലുള്ള പ്രയത്നങ്ങളും ദീപക് സാറും സാറിന്റെ ഡയറക്ടേഴ്സും മാസ്റ്റർ കീയിലെ അധികാരികളും ചെയ്യുന്നുണ്ടായിരുന്നു. അതിലെനിക്ക് വളരെയേറെ സന്തോഷമാണ് തോന്നിയത്. ചില സമയത്ത് എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു അത് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ ഉടനടി വന്നതിന് നമ്മൾ എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്ന് വന്ന് അതിനുള്ള പരിഹാരം കാണാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് തയ്യാറാകുക എന്ന് പറയുമ്പോഴത്തേക്കും ചില സമയത്ത് അക്കാര്യത്തിൽ എനിക്ക് വളരെ അതിശയം തോന്നിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എനിക്ക് തോന്നുന്നു അത് ഇതിനുള്ള ഏറ്റവും കൂടുതൽ പോസിറ്റീവുള്ള വാക്കുകൾക്ക് അർഹിക്കുന്ന നമ്മുടെ മെന്റേഴ്സ് ആണ്. കാരണം അവരാണ് കൂടുതലായിട്ടും ഈ ഡൗട്ടുകളൊക്കെ ക്ലിയർ കൊടുക്കുന്നത്. അവര് അതേ കണക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം രാജേഷ് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെന്റേഴ്സ് ചെയ്യുന്ന പരിപാടി അത് അതേ കണക്ക് കോപ്പി ചെയ്ത് ഏത് അധ്യാപകനാണ് പഠിപ്പിച്ചത് അവർക്ക് അയച്ചു കൊടുക്കും. അവര് റിപ്ലൈ കൊടുക്കും, അത് അതേ കണക്ക് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. പേഴ്സണൽ ആണെങ്കിൽ പേഴ്സണൽ അയച്ചു കൊടുക്കും. പക്ഷെ അതിന് ഇത്രയും ഒരു വലിയ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് സത്യം പിടികിട്ടിയത്. ഇപ്പൊ നമ്മൾ ഡൗട്ട്, ഒരു കുട്ടി ഡൗട്ട് ചോദിക്കുന്നു, അപ്പൊ ബാക്കിയുള്ള കുട്ടികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഡൗട്ട്. ചിലപ്പോൾ പലർക്കും അത് അറിയത്തില്ലായിരിക്കും. അപ്പൊ അതിലൂടെ അവർ പഠിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യുന്നു. അത് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്.
അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് പറഞ്ഞ രാജേഷ് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ വീട്ടിൽ അങ്ങോട്ട് ചോദിച്ചതല്ല, ഞാൻ വീട്ടിൽ വെച്ച് ഞങ്ങളുടെ നോർമൽ ടോക്കിൽ ഇങ്ങോട്ടുന്ന കാര്യമാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച്. ഓക്കെ, ഇനി അടുത്തത് 1ാം റാങ്ക് കിട്ടി, ജോലി ഉറപ്പാണ്. ഇവിടം കൊണ്ട് പഠിത്തം സ്റ്റോപ്പ് ചെയ്യുകയാണോ, അതോ ഇനി റിസർച്ച് അസിസ്റ്റന്റ് ഉണ്ട്, റിസർച്ച് ഓഫീസർ ഉണ്ട്, അല്ലെങ്കിൽ MSc BSc മാത്സ് ക്വാളിഫിക്കേഷൻ വേറെ ഒരുപാട് പോസ്റ്റ് വിളിക്കാൻ പോകുന്നു. അപ്പൊ എന്താണ് ലക്ഷ്യം, എന്താണ്? സർ, ഇത് എനിക്കിപ്പം ചവിട്ടി നിൽക്കാനായിട്ട് ഒരിടം ആവശ്യമായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിനെ കാണുന്നത്. ഇനി ഇതിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഏതെങ്കിലും നല്ലൊരു പോസ്റ്റിന് പഠിക്കണമെന്നാണ് ആഗ്രഹം. ഇപ്പം മാസ്റ്റർ കീയുടെ തന്നെ സൂപ്പറിൻറ്റൻഡന്റ് സർവേ ലാൻഡ് റെക്കോർഡ്സ് കോഴ്സ് എടുത്തിട്ടുണ്ട്. ആ ഒരു എക്സാം നന്നായിട്ട് പഠിച്ചെഴുതണമെന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് എന്നും എൻ്റെ പ്രിയപ്പെട്ടത് തന്നെയായിരിക്കും. ഇതിലും മെച്ചപ്പെട്ടത് നേടിയെടുക്കണമെന്നാണ് ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പരിശ്രമിക്കണം. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഒരുപാട് സന്തോഷമാണ്. കാരണം ഈ കുട്ടികളെ വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് നിങ്ങളുടെ പേര് മാത്രമേ അറിയത്തുള്ളൂ, നിങ്ങളുടെ ഫോട്ടോ പോലും പലപ്പോഴും നോക്കാറില്ല. നിങ്ങളും അതേ കണക്കായിരിക്കും, എന്റെ ആയിരിക്കും നല്ല നമ്മുടെ മാസ്റ്റർ കെ അക്കാഡമി ആയിരിക്കും എന്റെ നമ്പർ സേവ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ മെന്റേഴ്സ് സേവ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇന്ററാക്ഷൻ വെച്ചാൽ ഈ ഫോൺ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, എന്തുമാത്രം ഇമോഷൻസ് ആണുള്ളതെന്ന് അറിയാമോ? ഈ സ്ഥാപനം കൊണ്ട് അല്ലെങ്കിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇന്ന് അമ്മയുടെ വാക്കുകളും രാജേഷിന്റെ വാക്കുകളും ആ ചേച്ചിയുടെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തെ കുറിച്ച് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം അവരുടെയൊക്കെ ജീവിതത്തിന്റെ വിജയത്തിൽ ഒരു ഭാഗമാകാൻ 100% ഹാർഡ് വർക്കാണ്, രാജേഷിന്റെ ഹാർഡ് വർക്കാണ് വലിയ 1ാം റാങ്ക് എന്നറിയാം. എങ്കിൽ പോലും അതിലൊരു ഭാഗമാകാൻ മാസ്റ്റർ കെ അക്കാഡമി എന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞു എന്ന് തന്നെ ഒരു വലിയൊരു സന്തോഷത്തിന്റെ കാര്യമാണ്. വലിയ വിജയം നേടിയ രാജേഷിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് മാത്രമല്ല, ഇനിയുള്ള പരീക്ഷകൾ തന്നെ ഒരുപാട് പരീക്ഷകൾ മാസ്റ്റർ ജോലി ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ള പരീക്ഷകൾ തന്നെ ഒരു വലിയ വിജയം നേടാൻ കഴിയട്ടെ, 1ാം റാങ്ക് നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പൊ എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു. താങ്ക് യു.